റഷ്യയിൽ നിന്ന് നമുക്കൊരു വമ്പൻ ഓഫർ വന്നിരിക്കുകയാണ്. സുഖോയ് 57, അതായത് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ. അത് ഇത്രകാലവും ഇന്ത്യക്ക് വിലയ്ക്ക് അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങാം എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഓഫർ. പക്ഷേ നമ്മളതിന് വഴങ്ങിയില്ല. അവസാനം റഷ്യ കോംപ്രമൈസിനെത്തിയിരിക്കുന്നു. അത് ഇന്ത്യയിൽ അവർ തന്നെ നിർമ്മിച്ച് നമ്മളെ ആ നിർമ്മാണം പഠിപ്പിച്ച് അത് നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉൾപ്പെടെ നമുക്ക് നൽകാം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അമേരിക്കയുടെ F-35 മികച്ച വിമാനങ്ങളാണ് സുഖോയ് 57 എന്ന് കേട്ടിട്ടുണ്ട്. സാങ്കേതികമായി അതിൻ്റെ വൈദഗ്ധ്യം എന്തൊക്കെയാണ്, മികവ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഓഫർ ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒരു വലിയ മാറ്റങ്ങൾക്ക്, പ്രത്യേകിച്ചും യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇന്ത്യയിലെ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പ്രതിരോധ നിർമ്മാണം രാജ്നാഥ് സിംഗിന് മുമ്പും രാജ്നാഥ് സിംഗിനും പിൻപും ഒന്ന് നമുക്ക് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഇപ്പൊ രാജ്നാഥ് സിംഗ് നിങ്ങൾക്കറിയാലോ, നേരത്തെ BJP-യുടെ ദേശീയ അധ്യക്ഷനായിരുന്നു, അടിയുറച്ച RSSകാരനായിരുന്നു, ദേശസ്നേഹിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം, അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു 10 വർഷം ഒരാൾ ഡിഫൻസ് മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം 10 വർഷമായിട്ടില്ല, ആവാൻ പോകും. ഈ രണ്ടാം മോദി മന്ത്രിസഭ അദ്ദേഹം തുടർച്ചയായിട്ട് വരുന്നത്. അതെ. അപ്പോൾ അതിൽ തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയാണ് പുള്ളിക്കാരത്തിൽ. ഉറച്ച പിന്തുണ. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മൾ ഡിഫൻസ് പർച്ചേസിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു പൈസ ഇന്ത്യക്ക് പുറത്തു പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് ടെക്നോളജി തരികയാണെങ്കിൽ, ഇവിടെ നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ 140 കോടി ജനങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റാത്ത ഒരു സാധനവുമില്ല. കാര്യം നമ്മൾ പല ടെക്നോളജിയുടെ അടുത്ത് വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും മിസ്സാവുന്നത് പല സാങ്ഷനിൽ കൂടെയാണ് നമ്മളെ മിസ്സാക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സാധനം തരും, പക്ഷേ സാങ്കേതിക വിദ്യ തരില്ല. അത് മാത്രമല്ല, ഇപ്പം ഇന്ത്യ തന്നെ നേരത്തെ HAL വിപുലീകരിച്ചെടുത്ത HAL-ന്റെ മാരുതി ഉള്ള വിമാനം ഉണ്ടായിരുന്നു. നല്ലൊരു ഫൈറ്റർ വിമാനം ആകേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്താണ്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് കഷ്ടകാലത്തിന് നമ്മുടെ 1ാം ആണവ പരീക്ഷണം വരുന്നത്. ആണവ പരീക്ഷണത്തിൽ നമ്മൾ എന്താ പറയുക, പൊക്രാനിലെ ഫസ്റ്റ് പൊക്രാൻ വന്നതോടെ 71 അതോടെ നമുക്ക് ആ പ്രോഗ്രാം നമ്മൾ അബൻഡൻ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ വളരെ നേരത്തെ ലോകത്ത് നല്ല ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമായിരുന്നു. പക്ഷേ ഈ സാങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പല മെറ്റലർജി ഇല്ല. നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ ഈ ഓരോ സാങ്കേതിക വിദ്യയ്ക്കും ആവശ്യമായിട്ടുള്ള മെറ്റൽസും ഇല്ല. അതിനെ ഏത് രീതിയിൽ ചെയ്തെടുക്കണമെന്നുള്ള, അതിനെ ഏത് രീതിയിൽ ഏതൊക്കെ പ്രൊപ്പോഷനിലാണ് ചെയ്യണമെന്നുള്ള സാങ്കേതികതയും ഇല്ല. അപ്പോൾ റഷ്യയുടെ ഒരു വാസ്റ്റ് മൈനിങ് കപ്പാസിറ്റി വെച്ചിട്ട് അവരിൽ ഏറ്റവും കൂടുതൽ മെറ്റലർജി ഉള്ള ഒരു രാജ്യം. അപ്പം നമ്മൾ അവരിൽ നിന്ന് പല സാങ്കേതിക വിദ്യകളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതൊന്നും നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. മാത്രമല്ല, തുടക്കം തൊട്ടേ ഇന്ത്യയുടെ ഒരു വളരെ സൗഹൃദ രാഷ്ട്രമാണ് റഷ്യയെങ്കിലും റഷ്യക്ക് കമ്മ്യൂണിസത്തിൽ ഊന്നി ചൈനയുമായിട്ടുള്ള ബന്ധം കളയാനും പറ്റുന്നില്ല. അപ്പോൾ റഷ്യ ചൈന ഒരു ആംഗിള് എപ്പോഴും കിടക്കുമ്പോഴത്തേക്ക് ഒരേ തൂവൽ പക്ഷികളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യയായിട്ട് ഇന്ത്യയായിട്ട് റഷ്യ സൗഹൃദവും ചൈന യുദ്ധവും ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ഒരു പ്രൊപ്പോർഷൻസ് പലപ്പോഴും തെറ്റിക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യ സുഹൃത്ത് ബന്ധത്തിൽ പലപ്പോഴും ഒരു വിലങ്ങുതടിയായിട്ട് വരുന്നത് ചൈനീസ് ഇടപെടലുകളാണ്. പലപ്പോഴും ഇപ്പൊ ഇന്ത്യ തന്നെ നമ്മുടെ എയർ ഡിഫൻസിന്റെ സിസ്റ്റമായ S-300 400 ഒക്കെ വാങ്ങിച്ചതിൽ ഡിലേ ആവാനും ഒക്കെ കാരണം ഇതേ സാധനങ്ങൾ തന്നെ അവര് ചൈനയ്ക്കും കൊടുക്കുന്നു. നമ്മളെ Su-30 വിമാനങ്ങൾ ചൈനയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അതേ വിമാനങ്ങൾ വെച്ചിട്ട് നമുക്ക് പരസ്പരം പോരടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തൊന്ന് മോഡിഫൈ ചെയ്യാനുള്ള ഇതും നമ്മളിലില്ല. അപ്പൊ നമ്മൾ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ തന്നെ ഉൾപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിൽ ഇതാദ്യമായിട്ട് ഇൻഡിജനൈസേഷൻ എന്ന ഒരു പ്രക്രിയ തുടങ്ങി വയ്ക്കുന്നത് APJ അബ്ദുൽ കലാം സാറിന്റെ കാലത്താണ്. അന്ന് PV നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറാണ്. അപ്പോൾ ആ സമയങ്ങളിൽ 91 തൊട്ട് നമ്മൾ ഏർപ്പെട്ട ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ഡിഫൻസിന്റെ സ്പേഴ്സ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ചും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന
വിമാനങ്ങളുടെ ഒന്നും സ്പെയർസ് നമ്മുടെ ഇല്ല. അവരുമായിട്ടുള്ള ലൈസൻസ് എഗ്രിമെന്റ് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാനുള്ള നിയമമില്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇൻഡയർ 95 എന്നൊരു എക്സ്പോ വെച്ചത് ഇത് ഉണ്ടാക്കി തരാൻ കഴിയാനുള്ള HAL ഉണ്ടാക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. മറ്റ് സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് വാങ്ങിക്കാൻ പാടില്ല എന്നോടും പറഞ്ഞില്ല. ആ സമയത്ത് ഈ ഓരോ വിമാനത്തിന്റെ നട്ടിനും ബോൾട്ടിനും വരെ നമ്മൾ ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാര്യം റഷ്യ താർന്നിരിക്കുന്നു, സ്പേഴ്സ് ഇല്ല. നമുക്ക് തന്നുകൊണ്ടിരുന്ന രാജ്യങ്ങൾ 10-14 രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്നു. എവിടുന്ന് എങ്ങനെ അക്യൂർ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു പരിധിവരെ മെറ്റലർജി നമ്മുടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നരസിംഹറാവുവിന്റെ ആശീർവാദത്തോടെ ഇൻഡയർ 95 എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്സ്പോ ഡൽഹിയിൽ നടത്തിയത്. അതിൽ ഞാനും ഒരു ചെറിയ ഓർഗനൈസറായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്ത ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് സ്വകാര്യ മേഖലയിൽ ചെയ്യാൻ കഴിവുള്ള ഒത്തിരി എയറോനോട്ടിക് കമ്പനികളും സാധാരണഗതിയിലുള്ള മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 700ഓളം പാർട്ടിസിപ്പൻസ് അതിനകത്തുണ്ടായിരുന്നു. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോരോ വിമാനത്തിനും ആവശ്യമുള്ള സ്പെയർസ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഉണ്ടാക്കി നമ്മൾ എടുത്തു തുടങ്ങിയത്. അത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പം 30 വർഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് തുടങ്ങിയ ആ ഒരു ചെറിയ ചാട്ടത്തിൽ നിന്ന് ഇന്ന് റഷ്യക്ക് ഉണ്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിമാനം അവർ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇനിഷ്യലി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാത്ത ഒരു സാധനം നമുക്ക് വേണ്ട. റഷ്യ ആത്മനിർഭർ ഭാരത് അങ്ങനെ ഒരുപാട് നെഗോഷിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും അതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് റഷ്യ ചെയ്യാമെന്നും. അപ്പൊ അത് ഒരു FDI ആണ്. അത് FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു. റഷ്യയെ പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. വളരെ റയറാണ്. റഷ്യയൊക്കെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ല. അവർ പൈസ അങ്ങോട്ട് വാങ്ങിക്കാറുള്ളൂ, കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ അവർക്ക് ഒരു വേറെ നിവൃത്തി ഇല്ലാത്തൊരവസ്ഥയിൽ, കാര്യം ഇത് അവർക്ക് വിൽക്കാൻ പറ്റിയ രാജ്യങ്ങളില്ല, വാങ്ങാൻ പറ്റിയ രാജ്യങ്ങളില്ല. കാര്യം യൂറോപ്യൻ രാജ്യങ്ങളാരും റഷ്യയിൽ നിന്ന് വാങ്ങിക്കത്തില്ല, സാങ്ഷൻസ് കാരണം. അപ്പൊ ഇത് ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ നമുക്ക് ഈ ഉക്രൈൻ യുദ്ധം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഒന്ന് ഓയിൽ സെക്ടർ വേറെയാണ്. രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുമ്പോൾ ഡിഫൻസ് സെക്ടറിൽ ഈ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെ ഒക്കെ സാങ്ഷൻ ഉള്ളത് കാരണവും അത് തുടർന്ന് പോകാൻ ഉള്ള സാധ്യത ഉള്ളതിനാലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ ഒന്ന് അവർ എംബാർഗോ ചെയ്യും, രണ്ട് പിന്നെ സ്പെയർസും മറ്റും തരുന്നതിൽ നിന്ന് റഷ്യക്ക് ഒഴിയാനുള്ള ഒരു എക്സ്ക്യൂസ് അതാവുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ യോജിപ്പിച്ചിട്ട് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് നല്ലൊരു സമ്മർദ്ദം ഉണ്ടായി. നമുക്ക് റഷ്യയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ആകെ ഒരു ഓപ്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുക. അതിനിപ്പോൾ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നാസിക്കിൽ ആൾറെഡി നമ്മൾ Su-30 നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുബന്ധ ഘടകമായിട്ട് ഇപ്പം അടുത്ത ആഴ്ച ഒരു ഹൈ പവർ ഡെലിഗേഷൻ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, റഷ്യയിൽ നിന്ന്. ഇതിൻ്റെ ഇന്ത്യയിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് സാധ്യത പഠിക്കാനും ഇന്ത്യയെ തന്നെ നിർമ്മിക്കാനും. അപ്പം അമേരിക്കയുടെ ആ ഒരു സാങ്ഷൻ കൊണ്ടാണ് നമുക്ക് ഗുണം ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ നമുക്ക് ഗുണമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഈ വിമാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവർ ഈ സാങ്കേതിക വിദ്യയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈസൻസ് എഗ്രിമെന്റ് ഇല്ലാതാവും. പിന്നെ നമുക്ക് ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചിലപ്പോൾ വിറ്റ് തുടങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് ചിലപ്പോൾ പോകും. അത് റഷ്യക്ക് പേടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ Su-57 ഏകദേശം ഒരു 15ഓളം രാജ്യങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചൈന ഉൾപ്പെടെ. പക്ഷെ അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഈ വിമാനങ്ങൾ കൈമാറുകയാണെങ്കിൽ ഇന്ത്യ പ്രൊഡക്ഷനിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഒരു രീതിക്കാണ് അവർ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. നമ്മൾ കണ്ടത് ഒരു ടെക്നോളജിക്കൽ വണ്ടറാണ്, എയറോസ്പേസിലെ ഒരു വണ്ടറാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ബ്രഹ്മോസ് പോലെ രണ്ടാമത് ഒരു ഡിഫൻസ് സംരംഭമായിട്ട് ഈ പുതിയ Su-57 മാറും എന്നാണ്. ബ്രഹ്മോസിനെക്കാളും എത്രയോ ഇരട്ടി പ്രൊഡക്ഷൻ ചെയ്യാൻ. കാര്യം ഇന്ത്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ വാങ്ങിക്കാൻ ഇന്ത്യക്ക് തന്നെ വലിയൊരു തോതിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ റഫാലിൽ നിന്ന് വാങ്ങിച്ച ടെക്നോളജിയൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തേജസ്സിൽ കുറച്ച് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതേപോലെ നമ്മുടെ Su-30 ആൾറെഡി നമ്മൾ നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ടെക്നോളജിയിൽ ഒരു നല്ലൊരു അംശം നമ്മുടെ ഉണ്ട്. പുതിയ ലേറ്റസ്റ്റ് വെർഷനും അതിൻ്റെ സ്റ്റിൽത്ത് ടെക്നോളജിയൊക്കെയാണ് ഇന്ത്യക്ക് ഇതുവരെ ഇല്ലാത്തത്.
ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആംഗ പോലുള്ള 5th ജനറേഷൻ ഫൈറ്ററുകൾക്ക് ഇത് നമുക്കൊരു ടെക്നിക്കൽ ബാക്ക് ബോൺ ആയിട്ട് നമ്മളിൽ നിൽക്കുകയും ചെയ്യുമെന്നാണ് ഡിഫൻസ് രംഗത്തുള്ളവരുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ Su-57 വരുന്നതോടുകൂടി ഒന്ന് നമ്മുടെ വ്യോമ മേഖല കൂടുതൽ ശക്തി പ്രാപിക്കും, കരുത്തുള്ളതായിത്തീരും. അതെ. രണ്ടാമത്തത് നമുക്ക് ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാൻ കഴിയും. അതെ. പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് നിർമ്മിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യ കൂടി നമ്മുടെ കയ്യിൽ വരുന്നതോടുകൂടി ഭാവിയിൽ 2035 നമ്മളൊരു ലോകത്തെ ഏറ്റവും വലിയ ഡിഫൻസ് എക്സ്പോർട്ടർ ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് രാജ്നാഥ് സിംഗ് ഒക്കെ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ ട്രംപിന്റെ ഉറക്കം ഇല്ലാതാക്കി ട്രംപ്. അമേരിക്കൻ ടെക്നോളജി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ Su-57 കോസ്റ്റ് 450 തൊട്ട് 600 കോടി രൂപ വരെ വരുമ്പോഴത്തേക്ക് F-35 968 കോടിയാണ് അവർ വിലയിടുന്നത്. ഏതാണ്ട് നിയർലി 1000 crore. നിയർലി 1000, അതായത് ഏകദേശം ഇരട്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഫിനാൻഷ്യൽ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ഇന്ത്യ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത്. കാര്യം ഒരേ ഫീച്ചേഴ്സ് ഉള്ള 2 സാധനങ്ങൾ ഇരട്ടി വില കൊടുത്ത് ആരും വാങ്ങിക്കാൻ തയ്യാറാവത്തില്ല. ഇപ്പൊ തന്നെ F-35 ബയേഴ്സ് വളരെ കുറവാണ്. അതേസമയം ഇന്ത്യയുടെ തേജസിന്റെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ബോഫേഴ്സ് പോലുള്ള ഒരു പീരങ്കിക്ക് പോലും നമ്മൾ 80കളിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പുറകെ നിന്ന് നടന്ന് വാങ്ങിക്കേണ്ട ഒരു ഗതികേടിൽ നിന്ന് മാറി ഈ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരികയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഇവിടെ ഉണ്ടാക്കുകയും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ മാറി. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്നാഥ് സിംഗിന് മുമ്പും രാജ്നാഥ് സിംഗിന് ശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ വളരെ ദൃഢമായ പൊളിറ്റിക്കൽ വില്ല് എന്ന് പറയും, ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഈ ഡിഫൻസ് സർവീസിന്റെ എല്ലാ ചീഫിനെയും അവരെല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തനായ ഒരു പ്രതിരോധ മന്ത്രിയാണ് ഇന്ത്യ കണ്ടിട്ടുള്ളത്. ഒരു അയൺമാൻ തന്നെയാണ് നമ്മുടെ പട്ടേലിന് ശേഷം ഇന്ത്യ കണ്ട ഒരു അയൺമാൻ തന്നെയാണ് നമ്മുടെ രാജ്നാഥ് സിംഗ്. ഒന്നും സംസാരിക്കാറില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. സംസാരം വളരെ കുറവും. ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ഒരു ഡിഫൻസ് മിനിസ്റ്ററാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്. ക്യാൻറ്റണിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സംസാരിക്കാറൊന്നുമില്ല, പ്രവൃത്തികൾ. പക്ഷേ ഏത് ഓപ്പറേഷണൽ ബേസിലും ഏത് സമയത്തും രക്ഷാമന്ത്രി എത്തും എന്നുള്ള ഒരു രീതി ഇന്ത്യയിലെ 3 സർവീസിലെയും ഓഫീസർമാർക്ക് എപ്പോഴും ഉണ്ട്. അദ്ദേഹം കാശ്മീരിൽ ലാൻഡ് ചെയ്യോ, തേജ്പൂരിൽ ലാൻഡ് ചെയ്യോ, ജോധ്പൂരിൽ ലാൻഡ് ചെയ്യോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. കാര്യം പെട്ടെന്ന് പുള്ളിക്കാരൻ മിന്നൽ പരിശോധനകൾ നടത്താറുണ്ട്. അവരെല്ലാവരും മൊറയിൽ അപ്പാക്കാറുണ്ട്. മോദിയെ പോലെ തന്നെ ഇപ്പൊ ദീപാവലിക്ക് പോയി അവർക്കൊരു സീറ്റ് കൊടുക്കുന്നു, കുറച്ച് സീറ്റ്സേ ഉള്ളൂ, പക്ഷെ അത് അവരുടെ മൊറലിനെ ഒരുപാട് ബാധിക്കും. പ്രധാനമന്ത്രി വരുന്നു, രക്ഷാമന്ത്രി വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും ഫീൽഡ് വിസിറ്റുകൾ നടത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അവരുടെ റിക്വയർമെന്റ് അറിയാം, ആയുധങ്ങളില്ലാതെ അവർ കഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാം. ഇവിടെ നമ്മൾ ഇത് മാത്രമല്ല, നമ്മുടെ പിനാക്ക പോലുള്ള സാധനങ്ങൾക്ക് ലോകത്തെല്ലാവരും നമ്മുടെ ഇന്ത്യൻ, മുമ്പൊക്കെ നമ്മൾ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡിഫൻസ് രംഗത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെതായ ഒരു മാർക്ക് ഇന്ത്യക്ക് പതിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. അതിലും വരട്ടെ, നമ്മുടെ പ്രതിരോധ മേഖല കുതിക്കട്ടെ ആകാശത്തോളം. അതെ, ലോകത്തിന്റെ നിറകയിൽ ഇന്ത്യ എത്തുന്ന ഒരു സമയം വരും.